ടീച്ചർ കുക്കിൽ നിന്ന് ഒരു ഫിഗ് ആൻഡ് ഹണി കേക്കാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഫെയർവെൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൈദ, മുട്ട, വെണ്ണ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ സൺഫ്ലവർ ഓയിൽ, കുറച്ച് പാല്, കുറച്ച് വിനീഗർ. പിന്നെ ഇത് ഫില്ലിങ്ങിനും ടോപ്പിങ്ങിനും, അതായത് ഡെക്കറേഷനുമായിട്ടുള്ള സാധനങ്ങളാണ്. വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമുണ്ട്, ഫിഗ് ഉണ്ട്, ഹണി ഉണ്ട്, ഇത് ക്രഷാണ്, ബ്ലൂബെറി ക്രഷ്, കുറച്ച് മാജിക്കിൻ്റെ റെഡ് കളറും ഉണ്ട്. ഇനി 3 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടിയിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ബാറ്ററിൻ്റെ വീഡിയോ ഇടാൻ വിട്ടുപോയി. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 മുട്ട, 2.25 കപ്പ് ഷുഗർ പൊടിച്ചത്, പിന്നെ 3 ടീസ്പൂൺ വാനില എസൻസ്, 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് വാം മിൽക്ക്, പിന്നെ ഒരു ടീസ്പൂൺ ബട്ടർ. ഇത്രയും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്ററിലാണ് ഇത് ബീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മിക്സിയിൽ ചെയ്താലും മതി. ഒരു 4 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പൊടി കുറച്ച് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മിക്സ് കുറച്ചായിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഞാൻ ഹാൻഡ് ബീറ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ലോ സ്പീഡിൽ ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതിയാവും. ഇത് 3 മെഷറിലുള്ള ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ, 6 ഇഞ്ചിൻ്റെ, പിന്നെ 4 ഇഞ്ചിൻ്റെ. അത് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് പോകാനായിട്ട്. ഇതുപോലെ ഇളക്കൽ മാത്രമല്ല, നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ടിന്നും ഒരു 20 ടൈംസോളം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് കേക്ക് സോഫ്റ്റ് ആവും. ഓരോന്നും ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം റെഡിയായി. ഞാൻ ഒരെണ്ണം OTGയിലും ബാക്കി 2 ഗ്യാസ് സ്റ്റോപ്പിലുമാണ്. എല്ലാം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കേക്കും ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് ലെയറായിട്ട് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങും ടോപ്പ് ഡെക്കറേഷൻസുമാണ് ബാക്കി. അപ്പോൾ 3 കേക്കും ലെയേഴ്സായിട്ട് കട്ട് ചെയ്തു. ഓരോ ലെയറിലും വിപ്പിംഗ് ക്രീം, ഷുഗർ സിറപ്പ്, ഫിഗ്, ഹണി, പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റഡ്, പിന്നെ ക്രഷ്, ബ്ലൂബെറി ക്രഷ്, ഇത്രയും വെച്ചിട്ടാണ് ഓരോ ഫില്ലിങ്ങും കൊടുത്തിരിക്കുന്നത്. 2 കേക്ക് മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. അത് സ്റ്റിക്കൊക്കെ കൊടുത്ത് നന്നായിട്ട് ഫിക്സ് ചെയ്തു. പിന്നെ ഡെക്കറേഷനൊന്ന് ആദ്യം ചെയ്തിരുന്ന കുറച്ച് മാറ്റി, കുറച്ച് റെഡ്, കുറച്ച് ഗ്രീൻ കൂട്ടി വെച്ചു. ഇതാണ്